പ്രിയപ്പെട്ട ഷിജോസ് റായി, ഡയറക്ടർ സിസ്റ്റർ, പ്രിയപ്പെട്ട കൈക്കാരൻ നമ്മുടെ തോമസ് മഷാട്ടിൽ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെ, ജോബ് വാടിയിൽ, ഇന്നിവിടെ ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്, ഈ വരുന്ന 2-ാം തീയതി, നാളത്തെ കഴിഞ്ഞ് ബുധനാഴ്ച, തലശ്ശേരി അതിരൂപതയിലെ മിഷൻ ലീഗിൻ്റെ വാർഷിക സമ്മേളനവും കൗൺസിലും വെള്ളരിക്കുണ്ട് കൊറോണ ഇടവയിൽ വെച്ചിട്ട് നടത്തപ്പെടുകയാണ്. ഇവരെ ഏഷ്യയിലെ ഏറ്റവും വലിയ യുവജന പ്രേക്ഷക സംഘടനയാണ് മിഷൻ ലീഗ് എന്ന് പറയുന്നത്. അതിൻ്റെ അതിരൂപത കൗൺസിലും വാർഷികമാണ് ഈ വെള്ളരിക്കുണ്ടിൽ വെച്ച് നടത്തപ്പെടുക. അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയങ്കരനായ കൊറോണ വികാരി ഡോക്ടർ ജോൺസൺ മുതിയാങ്കുളം അച്ഛൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട തലശ്ശേരി അതിരൂപതയുടെ ചെറുപുഷ്പ മിഷൻ ലീഗ് എന്ന അൽമായ പ്രേക്ഷക സംഘടനയുടെ 65ാമത് വാർഷികവും കൗൺസിലുമാണ് വെള്ളരിക്കുണ്ടിൽ വെച്ച് നടത്തപ്പെടുന്നത്. കുറേ കാലങ്ങളായിട്ടാണ് ഈ കാസർഗോഡ് ജില്ലയിൽ ഇത്തരത്തിലുള്ള ഒരു ശക്തമായ അൽമായി മുന്നേറ്റത്തിന് വീതിയൊരുക്കപ്പെടുന്നത്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ 200-ൽ പരം ഇടവകളിൽ നിന്നും രാവിലെ മുതൽ ഉച്ചവരെ സമയത്തിനിടയിൽ 1200ഓളം ശാഖയുടെ ഭാരവാഹികളുടെ സമ്മേളനമാണ് കൗൺസിൽ യോഗമായിട്ട് പറയപ്പെടുന്നത്. അതിനുശേഷം ഉച്ച കഴിഞ്ഞ് 3:30 കൂടിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഈ കാസർഗോഡ് പ്രദേശത്ത് നിന്നുള്ള വിവിധ ഇടവകളിൽ നിന്നും ആയിരക്കണക്കിന് കുട്ടികൾ, മുതിർന്നവർ, യുവജനങ്ങൾ, ഇടവക്കാരെല്ലാം എത്തിച്ചേരുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയുടെ മറ്റെല്ലാ പ്രദേശത്തു നിന്നുമുള്ള പ്രവർത്തകരും ഇവിടെ എത്തിച്ചേരും. 3:30-ക്ക് നമ്മുടെ ഹൈസ്കൂൾ സമുച്ചയത്തിൽ ഉള്ള ആ ഗ്രൗണ്ടിൽ ആണ് ചേരുന്നത്. തുടർന്ന് 19 ഫൊറോനിൽ നിന്നുമായിട്ടുള്ള പ്രതിനിധികൾ, അവിടെ നിന്നുള്ള നമ്മുടെ മിഷൻ ലീഗിൻ്റെ പ്രവർത്തകരും ഒന്നായി അവർ സമ്മേളന പ്രദേശമായ നമ്മുടെ സെൻറ്റ് എലിസബത്ത് ഗവൺമെൻറ് സ്കൂൾ ഗ്രൗണ്ടിലേക്ക് റാലിയായിട്ട് കടന്നു പോകും. ഈ റാലിയിലാണ് സാധാരണഗതിയിൽ ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളും ഒപ്പം തന്നെ മുദ്രാവാക്യങ്ങളും ഈ അണികൾ പ്രത്യേകിച്ച് മനസ്സിലോർക്കുകയും അത് പൊതുജന സമക്ഷമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്നു. 1947 ഒക്ടോബർ 2-ാം തീയതി നമ്മുടെ കേരളത്തിൽ തന്നെ ഭരണങ്ങാനത്ത് വെച്ച് ആരംഭിച്ചതാണ് ചെറുപുഷ്പ മിഷൻ ലീഗ് എന്ന ആത്മായ പ്രേക്ഷക സംഘടന. പ്രധാനമായിട്ടും 3 ലക്ഷ്യങ്ങളുണ്ട്. അത് ഏറ്റവും പ്രധാനം നമ്മുടെ കുട്ടികളുടെ വ്യക്തിത്വ വികസനം, ഒപ്പം തന്നെ വൈദികരാകാനും സന്യസ്തരാകാനും വേണ്ടിയിട്ടുള്ള പ്രചോദനം. ഇതിൻ്റെ കൂടെ സാമൂഹ്യ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസപരമായ മേഖലകളിലെല്ലാം മിഷൻ ലീഗ് എന്ന പ്രസ്ഥാനം ഏറെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിനെ ആദർശവാക്യമായിട്ട് പറഞ്ഞു വച്ചിരിക്കുന്നത് പോപ്പ് ലയോ 13 മാർപ്പാപ്പയുടെ ഭാരതമേ നിന്റെ രക്ഷ നിന്റെ സന്താനങ്ങളിൽ. ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് 4 പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളാണ് ഉയർത്തുന്നത്: സ്നേഹം, ത്യാഗം, സേവനം, സഹനം. ഈ മുദ്രാവാക്യങ്ങൾ അടിയുറച്ചുകൊണ്ടാണ് മിഷൻ ലീഗ് എന്ന ഈ പ്രസ്ഥാനം മുന്നിലേക്ക് പോകുന്നത്. എവിടെയാണെങ്കിലും മറ്റു വ്യക്തികളെ സഹായിക്കാനും ഏറെ ശ്രദ്ധ ചെലുത്തുന്ന പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും ഇത് ആരംഭിച്ചത് യുവജനങ്ങളിലായിരുന്നുവെങ്കിലും ഇപ്പോൾ സ്കൂൾ കുട്ടികളിലേക്ക് എത്തി നിൽക്കുന്നതിനാലാണ് ഇത് ഏറ്റവും കൂടുതൽ പങ്കാളിത്തമുള്ളത് കുട്ടികളുടെ ഒരു മേഖലയായിട്ടാണ്. പ്രായഭേദമന്യേ ഏത് ഒരു കത്തോലിക്ക വിശ്വാസിക്കും ഇതിൽ അംഗങ്ങളായിട്ട് തീരാം. ഇത്തരത്തിൽ അംഗങ്ങളായിട്ട് തീർന്നിരിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ നമുക്ക് കേരളത്തിലുണ്ട്. വളരെ ശാന്തവും അതുപോലെ തന്നെ വളരെ സാഹോദര്യത്തിലും പ്രവർത്തിക്കുന്ന ഈ സംഘടനയിൽ അംഗങ്ങളായി തീരുക വഴിയായിട്ട് കുട്ടികളുടെ വ്യക്തിത്വ രൂപീകരണം വളരെ പ്രാധാന്യത്തോടെ ഇതിൻ്റെ പ്രാരംഭകർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇന്നും അത് കൈകാര്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. വിവിധ ഇടവകൾ ആണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ ഘടകം. ഇടവകയിൽ നിന്നുകൊണ്ട് ആണ് ഇതിൻ്റെ പ്രവർത്തനമുള്ളത്.
അതിനാൽ തന്നെ ഇവിടെ റാലിക്ക് കടന്നു വരുന്നവരെല്ലാം നമ്മുടെ ഈ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുള്ള ബഹുമാനപ്പെട്ട വൈദികരുടെയും സന്യസ്തരുടെയും വേദപാഠ അധ്യാപകരുടെയും ഒപ്പം തന്നെ നമ്മുടെ മുതിർന്ന തലമുറയിൽപ്പെട്ട സഹോദരന്മാരുടെ എല്ലാം പരിലാളനയിലാണ് ഈ സംഘടന വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ 65ാമത് വാർഷികമാണ് ഇവിടെ വെച്ച് നടത്തപ്പെടുന്നത്. അതിനാൽ ഏറെ തീക്ഷ്ണതയോടെ ജനങ്ങൾ ഇതേറ്റു വാങ്ങുമ്പോൾ ഒരു മനുഷ്യ വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെടാവുന്ന വിധത്തിലാണ് ഈ പറയുന്ന പ്രസ്ഥാനത്തിൽ കുട്ടികൾ പ്രവർത്തിക്കുന്നതും അവർ വളർന്നു വരികയും ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു വലിയ മഹാറാലിയും ആഘോഷമാണ് ഇവിടെ നടത്തപ്പെടുന്നത്. അപ്പോൾ ഇന്ന് പിതാക്കന്മാർ ഈ സമയത്ത് എത്തിച്ചേർന്നു. ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മിഷൻ ലീഗിൻ്റെ നേതാക്കൾ സംസ്ഥാന ഭാരവാഹികളുണ്ട്, അതിരൂപതയുടെ ഭാരവാഹികളുണ്ട്, മേഖലയ്ക്ക് ഭാരവാഹികളുണ്ട്. ഇതുകൂടാതെ 200 പരം ഇടവകളുടെ ഭാരവാഹികളും ഇത് എത്തിച്ചേരുന്നുണ്ട്. ഇത് ഒരു വലിയ വിജയമാക്കാൻ വേണ്ടി ആണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സാമാന്യ ഒരുക്കങ്ങളൊക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അലങ്കാര സാധനങ്ങളെല്ലാം ഏകദേശം സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇത് നാളെ ഉച്ച കഴിഞ്ഞതിൽ വിന്യസിക്കപ്പെടും. പ്രധാനമായിട്ട് ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിക്കുന്നത് ഈ പള്ളിയുടെ തൊട്ടടുത്തുള്ള ഈ പാർക്കിംഗ് ഏരിയയിലൂടെ മെയിൻ റോഡിലൂടെ കടന്ന് ടൗൺ ചുറ്റി സെൻറ്റ് എലിസബത്ത് ഗവൺമെൻറ് സ്കൂളിലെ ആ വലിയ ഗ്രൗണ്ടിൽ എത്തിച്ചേരുന്നു. അവിടെ വെച്ച് ഒരു സന്ദേശമുണ്ടായിരിക്കും. അതിനുശേഷം അവിടെ നിന്നാണ് ഇത് ഡിസ്പേഴ്സ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മുൻപിൽ അവതാരകർ അവതരിപ്പിക്കുന്നു. ചെറുപുഷ്പ മിഷൻ ലീഗ് എന്ന അൽമായ പ്രേക്ഷിത സംഘടന രൂപം കൊണ്ടിട്ട് 77 വർഷങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. 78ലേക്ക് കടക്കുമ്പോൾ ചെറുപുഷ്പ മിഷൻ ലീഗ് സംഘടന ഇവിടെ സൂചിപ്പിച്ചതുപോലെ അൽമായ പ്രേക്ഷിത സംഘടനയും ഇതിൽ അംഗത്വം സ്വീകരിച്ചാൽ പ്രായഭേദമന്യേ ക്രിസ്ത്യാനികളായ എല്ലാവർക്കും ഇതിൽ അംഗങ്ങളായി പ്രവർത്തിക്കാൻ പറ്റിയ സംഘടനയാണ്. ഇത് ഇന്ന് വളർന്ന് പന്തലിച്ച് ഈ ഭാരതവും കടന്ന് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ അൽമായ പ്രേക്ഷിത സംഘടനയും വിവിധ 12ഓളം രാജ്യങ്ങളിൽ ഇത് വളർന്ന് പന്തലിച്ച് അവിടെ വിശ്വാസ പ്രഘോഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടന കൂടിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ലക്ഷ്യം പ്രേക്ഷിത പ്രവർത്തനം, വ്യക്തിത്വ വികാസനം, ദൈവവിളി പ്രോത്സാഹനം, ഈ 3 ലക്ഷ്യങ്ങളെ ആസ്പദമാക്കിയാണ് ഈ സംഘടന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ 65ാമത് വാർഷികം ഈ വെള്ളിക്കുണ്ട് ഈ പ്രദേശത്ത് വെച്ച് നടത്തപ്പെടുമ്പോൾ റവറൻഡ് ഡോക്ടർ ജോൺസൺ അന്ത്യാകുളം അച്ഛനാണ് നമുക്ക് ഇതിന് മുൻ അതിരൂപത മിഷൻ ലീഗിൻ്റെ ഡയറക്ടറൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ മേഖല രക്ഷാധികാരിയും കൂടിയായി അച്ഛന് താല്പര്യപൂർവ്വമെടുത്ത് ഇതിൻ്റെ ഭൗതിക സാമൂഹികമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി നമ്മളൊപ്പം സഹകരിക്കുകയാണ്. ഇത് രാവിലെ ഏകദേശം 1200-ലധികം നമ്മുടെ ഭാരവാഹികളും കൗൺസിൽ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം 10,000-ഓളം വരുന്ന നമ്മുടെ പ്രധാനപ്പെട്ട കുഞ്ഞു മിഷണറിമാരും അതുപോലെ തന്നെ മുതിർന്നവരും ഉൾപ്പെടുന്ന അൽമായ പ്രേക്ഷിതരുടെയും വൈദികരുടെയും സന്യസ്തരുടെയും നീണ്ടു നിൽക്കുന്ന ഒരു റാലിയാണ് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിലുള്ള റാലി ഇവിടെ നടത്തപ്പെടുമ്പോൾ അതിൻ്റെ എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായി തീർച്ചയായിട്ടും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഇതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തപ്പെടുമ്പോൾ ഈ റാലി ഈ വെള്ളിരിക്കുണ്ട് പ്രദേശത്തൂടെ കടന്നു പോകുമ്പോൾ ഈ പ്രദേശത്തിന് വിശ്വാസ പ്രഘോഷത്തിൻ്റെ ക്രൈസ്തവ മൂല്യങ്ങൾ കെട്ടിപ്പടുക്കാനും അതിൻ്റെ ചൈതന്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും വിശ്വാസ പ്രഘോഷണ റാലിയായിട്ടാണ് ഇത് കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും തലശ്ശേരി അതിരൂപതയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഈ വെള്ളിരിക്കുണ്ട് പ്രദേശത്ത് വെച്ച് നടത്തപ്പെടുമ്പോൾ ഈ നമ്മുടെ ഈ കൗൺസിലിനും വാർഷികത്തിനും ഇവിടെ നിന്നുള്ള എല്ലാ സഹകരണങ്ങൾക്കും പ്രോത്സാഹനത്തിനും ഈ നാടിനും നാട്ടുകാരോടും വന്ന് സഹകരിക്കണമെന്നും ഇതിനുള്ള നന്ദിയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ജയ് മിഷൻ.